നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നശിപ്പിക്കണോ? ഭാവിയിൽ ഒരു ലോണും കിട്ടാതെ, ഒരു ഇഎംഐയും കിട്ടാതെ പോണോ? എങ്കിൽ ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അല്ലെങ്കിൽ ഇഎംഐ ഡേറ്റിന് ശേഷം അടയ്ക്കുക. 1-2 ദിവസം വൈകിയാൽ മതി, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താനെ താഴെ പോകും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാണുന്ന ബാങ്കുകളിലും ആപ്പുകളിലും മറ്റ് ഇഎംഐ ഇൻസ്റ്റാൾമെന്റ് നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ നിങ്ങളുടെ ലോണിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടും അപേക്ഷകൾ ഒരുമിച്ച് സമർപ്പിക്കുക. ഇത് കാണുമ്പോൾ, ഈ ആക്രാന്തം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താനെ താഴെ പോകും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് 90% അല്ലെങ്കിൽ 100% ഓരോ മാസവും ഉപയോഗിക്കുക. നിങ്ങളുടെ ഈ ക്രെഡിറ്റ് ഹംഗ്രി കാണുമ്പോൾ ബാങ്ക് തനിയെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴെയാക്കി പോകും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് കിട്ടാനോ അല്ലെങ്കിൽ ലോൺ കിട്ടാനോ ഇടവരാത്ത വിധത്തില് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് നശിപ്പിച്ചെടുക്കാം. ഇത് തമാശയല്ല. ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കൃത്യമായി നമ്മൾ ബില്ലടയ്ക്കുകയും അതുപോലെ അധികം ആവശ്യമില്ലാതെ മറ്റു ലോണുകളോ കാര്യങ്ങളോ എടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കാനാണ് അത് ഇടവരുത്തുക. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൂടുതൽ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് അറിയാനുള്ള ടിപ്സിന് വേണ്ടിയിട്ട് താഴെ കമന്റ് ചെയ്യൂ ക്രെഡിറ്റ് സ്കോർ എന്ന്.